അപ്പോൾ ഇത് കൊച്ചു കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് സ്കൂളിലേക്ക് പൊതിച്ചോറ് വേണം, ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാൾ കൊണ്ട് സ്കൂളിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അരി ആദ്യം കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ വഴഞ്ഞ് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഈ മെയിലിൽ ടാഗ് ചെയ്ത് കൊടുത്ത് മേടിക്കാൻ താല്പര്യമുള്ളവർ കയറി വാങ്ങിച്ചോട്ടെ. അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിയാണ്, പല കളേഴ്സ് ഉണ്ട്. അതിൻ്റെ കഴുത്തിന് ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് ക്യാബേജൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കുറച്ച് തേങ്ങയൊക്കെ തിരുമിയിട്ട് നല്ലതുപോലെ കൈ വെച്ചൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ പൊരിച്ച് കോരിയ എണ്ണയെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ക്യാബേജ് മെഴുക്കുരട്ടി വെക്കാനായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് തട്ടിക്കൊടുത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ക്യാബേജ് അരിഞ്ഞവിടെ അത്രയും വൃത്തികേടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ അതേ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുക. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്, പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് ക്യാബേജ് ഒരുവിധം ഒന്ന് പരുവായി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ എണ്ണയിൽ ആ തേങ്ങാപ്പാലിൽ തന്നെ നമുക്ക് ക്യാബേജ് മെഴുക്കുരട്ടിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റും മണമൊക്കെ. അങ്ങനെ വഴുതനങ്ങ ഫ്രൈ ആക്കി എടുത്തു. നമ്മുടെ ക്യാബേജ് തോരനും പിന്നെ ഒരു മാങ്ങ ചമ്മന്തിയും ഒക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട ചുമ്മാ അങ്ങ് കലക്കി പൊരിച്ചു. മോക്ക് ഒരു പൊതി കെട്ടിയപ്പോഴത്തേക്കും എനിക്കും ഒരു കൊതി. നോമ്പ് തുറന്നിട്ട് ഇങ്ങനെ ഒരു പൊതി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിടും. അങ്ങനെ ഞാനും ഒരു പൊതിച്ചോറ് കെട്ടി വെച്ചു. പക്ഷെ നോമ്പ് തുറന്നിട്ട് അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നോമ്പ് തുറക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിവടയ്ക്കും അതുപോലെ സമൂസയൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചത് കൊണ്ട് പെട്ടെന്ന് അതങ്ങ് പൊരിച്ചെടുത്തു. ലോങ് വീഡിയോ നമ്മൾ 2 മണിക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ.